ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു KLTK യൂട്യൂബ് ചാനൽ. ഇന്നുണ്ടല്ലോ നമ്മളൊരു യാത്ര പോവാണ്. പീക്ക് ഡിസ്ട്രിക്റ്റിൽ ഒരു ലൊക്കേഷനിലാണ് പോകുന്നത്. ഇപ്പം നമ്മൾ താമസിക്കുന്നത് ഡർബിഷയറിൻ്റെ അടുത്താണ്. അപ്പം നമുക്ക് അടുത്താണ് പീക്ക് ഡിസ്ട്രിക്റ്റ്. അന്നേരം നമ്മൾ ഫ്രണ്ട്സിനടുത്ത് പോയായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കിനും പിറ്റേ ദിവസം എല്ലാവരും പറഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഡ്രൈവിന് പോകാമെന്ന്. അങ്ങനെ ഡ്രൈവിന് പോകാമെന്ന് തീരുമാനിച്ച് പോകാൻ പോകുന്ന സ്ഥലമാണ് നിങ്ങളീ കാണുന്നത്. ഇപ്പോൾ ഈ പീക്ക് ഡിസ്ട്രിക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ എൻട്രൻസ് തൊട്ടേ ഭയങ്കര ഭംഗിയാണ്. പീക്ക് ഡിസ്ട്രിക്റ്റ് മെയിൻലി കുറേ മലനിരകൾ ചേർന്ന സ്ഥലമാണ്. അപ്പം ഞങ്ങളുടെ ബേബി ഷവറിന് ജെൻഡർ റിവീൽ ബേബി ഷവർ പ്രോഗ്രാമിന് ആ വീഡിയോയിലുണ്ട് പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ലൊക്കേഷൻ. അത് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ്. ഇത് വേറൊരു ലൊക്കേഷനാണ്. നമ്മൾ പോകുന്നത് ബാംഫുഡ് എഡ്ജിലോട്ടാണ്. പക്ഷേ ഈ പോകുന്ന വഴിയുണ്ടല്ലോ ഇംഗ്ലീഷ് കൺട്രി സൈഡിൽ കൂടാണ് പോകുന്നത്. അവിടുത്തെ നല്ല ശാന്തസുന്ദരമായ ഗ്രാമങ്ങളും മലനിരകളും എല്ലാമാണ് നിങ്ങളെ കാണാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ഞങ്ങളുടെ ആദിക്കുട്ടൻ്റെ പാട്ട്? ഇപ്പോൾ ഇങ്ങനെ കാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് കൂടെ പാടിപ്പോകുന്ന രസമല്ലേ? അതിൻ്റെ കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരു ഹായ് പറയൂ ഗൈസ്, ഇവിടെ ഒരു ഹായ് പറയൂ. ഹായ് ഗൈസ്, ഇതാണ് അഞ്ജലി, ഇതാണ് ഞങ്ങളുടെ സ്വന്തം അഞ്ജു ചേച്ചി. റിനോ കുപ്പി പിടിച്ചോണ്ട് വീഡിയോ കോൾ ഇരിക്കുന്നു. ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇതാണ് അരവിന്ദ്, ഇത് ആദിക്കുട്ടൻ. ആദ്യം ഒരു ഹായ് പറ. ആദ്യം എവിടെ മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ്. നേരെയുള്ള വഴിയിൽ ആരും കേറിയില്ല. ഇപ്പൊ ഉണ്ട് മതിരി ചാടി കേറാൻ പോണു. ഒന്നുമില്ല പൊന്നാ. മതില് കേറിയേ പോത്തുള്ളൂ ഗൈസ്. മതില് കേറി നേരെയുള്ള വഴിയൊന്നും ഞങ്ങക്ക് പിടിക്കൂല. ഞങ്ങൾ മതില് ചാടും. ഞാനിവിടെ ഒന്ന് ചാടട്ടെ. ചാടി ഗൈസ്, ചാടി. ഈ മതില് ഞാൻ ചാടി. ഇനി നമുക്ക് ഒരു കുന്നും പുറത്തോട്ട് നടന്ന് കയറാം. പക്ഷെ എന്ത് രസമുണ്ടെന്ന് നോക്ക്. സൂപ്പർ അല്ലേ? ഭയങ്കര രസമുണ്ട് ഗൈസ്, ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ഈ മല കയറണമെന്നേ ഉള്ളൂ. ഞങ്ങൾ കയറുന്ന മല. ഞാൻ ഇപ്പോഴേ ക്ഷീണിച്ചു, എനിക്ക് മല കയറാൻ വയ്യ. ഹൈക്കാണ് ഗൈസ്, ഹൈക്ക്. ഗൈസ് അടപ്പളക്കി ഗൈസ്, പട്ടി കഥയ്ക്ക് പോലെ എനർജി ഇല്ല, എനർജി. അതെ അതെ, നടുവേദന അന്ന് 2 മിനിറ്റ് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. മനുഷ്യന്മാർക്കായ അങ്ങനെ. അപ്പോൾ നമ്മൾ ഇവരുടെ കൂടെയാണ് ഗൈസ്, അഞ്ജു ചേച്ചിയും അരുൺ ചേട്ടനും ആദിക്കുട്ടനും. ഇവരുടെ വീട്ടിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെയാണ് യാത്രയ്ക്ക് ഇറങ്ങിയത്. ഇവരെ നമ്മൾ കുറച്ച് നാളായിട്ട് പരിചയപ്പെട്ടു. യുനോ ഫ്രണ്ട്സ് ബിക്കം ഫാമിലി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള നമ്മുടെ ഫാമിലി, ഇവിടുത്തെ ഒരു ഫാമിലിയാണ് അവർ. അപ്പം ഇതാണ് നമ്മൾ ബാംഫുഡ് എഡ്ജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഹൈക്കാണ് കേട്ടോ, അത്യാവശ്യം നല്ല ഹൈക്കുണ്ടായിരുന്നു. പക്ഷേ എത്രയൊക്കെ ആണെങ്കിലും പ്രകൃതി ഭംഗി നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്യുമല്ലോ. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല വെതറായിരുന്നു, സണ്ണി ആയിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, തണുപ്പിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ പൊതുവേ നമ്മൾ മേളിലോട്ട് നടക്കും തോറും നല്ല കാറ്റുണ്ടായിരുന്നു. എന്ത് പ്രകൃതി ഭംഗിയാന്ന് നോക്ക് ഗൈസ്.
ഇത്രയും മല കയറിയെങ്കിലും അത് വേർത്തായിരുന്നെന്നാണ് തോന്നുന്നത്. കല്ല് വഴി കയറിയതോ കയറി. നമ്മൾ സത്യത്തിൽ കയറണ മലയുടെ ഇപ്പുറത്തെ മലയല്ല കയറിയത്. ഇനി ഈ മല ഇറങ്ങിയിട്ട് ആ മല കയറണം. അതാണ് നമ്മുടെ ഒരു ഇത് ഗായ്സ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഹൈറ്റ് പേടിയാണ്, നല്ല പേടിയാണ്. ഇവിടെ ഉള്ളവരെല്ലാം ചാടിത്തുള്ളി പോകുന്ന കണ്ടിട്ട് സാരില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഭംഗിയുടെ മുന്നിൽ ഹൈറ്റിൻ്റെ പേടിയൊന്നൊരു പ്രശ്നമല്ല ഗൈസ്. എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്ക്. ആ ആകാശവും അത് വെയിൽ വരുന്നത് കണ്ടോ നിങ്ങൾ? ആകാശത്തുനിന്ന് വെയിലടിക്കുന്നു. ഓ ഇറ്റ്സ് സോ പ്രിറ്റി, ഇറ്റ്സ് സോ മാജിക്കൽ. ഭയങ്കര ഭംഗിയുണ്ട് ഗൈസ്. ഏകദേശം ഒരു കിലോമീറ്ററിന് മേളിലുള്ള ഒരു ഹൈക്കാണ് ഗൈസ് ബാംഫോർഡ് എഡ്ജിലെത്താൻ. അപ്പോൾ നമ്മൾ ഈ ബാംഫോർഡ് എഡ്ജ് കുറച്ചും കൂടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു സർക്കുലർ വാക്ക് ഹൈക്കും കൂടി ഉണ്ട് ഇതിന്. അതായത് എഡ്ജ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പോകുമ്പോഴത്തേനും പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ പല ബ്യൂട്ടിഫുൾ പ്ലേസസ് നമുക്ക് കാണാൻ പറ്റും. ലേഡി ബൗ റിസർവോയർ, പിന്നെന്താ ഹെദർഡെയിൻ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അത്രയൊന്നും പോയില്ല, കാരണം ടോപ്പിലെത്തിയപ്പോഴത്തേ തന്നെ നമ്മൾ ക്ഷീണിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു ദിവസം അതൊക്കെ കാണാൻ വേണ്ടി നമുക്ക് പോവാം. പക്ഷെ ഇത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു വ്യൂ ആയിരുന്നു. കാണുന്ന അങ്ങ് ദൂരെ അതാണ് നമ്മൾ വന്ന സ്ഥലം. അവിടെ വരെ ഇനി എത്തണം ചുരുക്കി പറഞ്ഞ. ഞങ്ങള് വണ്ടി സത്യത്തെ ഇടേണ്ട സ്ഥലത്തുനിന്ന് മാറ്റി ബുദ്ധിപരമായി ഇച്ചിരൂടെ മുന്നോട്ട് പോയി വണ്ടി പാർക്ക് ചെയ്താൽ എളുപ്പമായിരിക്കും എന്നും പറഞ്ഞ് പാർക്ക് ചെയ്തു. ചുരുക്കി പറഞ്ഞ ഇപ്പൊ കറങ്ങി നടന്നു വരുന്നു. ആ ബുദ്ധിയുടെ പുറകിൽ ആരായിരുന്നു എന്നറിയാമോ? ചാച്ച ഇങ്ങോട്ടും നോക്കി, ദേ ഈ വ്യക്തി ചിരിച്ചോണ്ടിരിക്കുന്നു. വെറുതെ എക്സ്ട്രാ നടപ്പിച്ചു നേരെ കയറാനുള്ളതിന്. ഹൈക്കൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കുണ്ടല്ലോ, നല്ല കിട്ടുക്കാച്ചി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. വലിയ അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മൾ ചിലപ്പോൾ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിയെങ്കിൽ അവിടെ മേളിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നല്ല അടിപൊളി സൺലൈറ്റും സീനറിയും എല്ലാം കൂടായിട്ട് നല്ല ഇൻസ്റ്റാഗ്രാമബിൾ പ്ലേസാണ് ബാംഫോർഡ് എഡ്ജ്. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ എന്താണെങ്കിലും ചെക്കൗട്ട് ചെയ്യണം. കാരണം ഞാൻ വെറുതെ പറയുന്നില്ല, എനിക്കറിയത്തില്ല ക്യാമറയിൽ എത്രത്തോളം ഭംഗി അതിന് കാണാൻ പറ്റുന്നുണ്ടെന്ന്. പക്ഷേ നേരിട്ട് കാണുമ്പം ഇറ്റ്സ് മാജിക്കൽ. ആദ്യക്കൂട്ട് സത്യം പറഞ്ഞാൽ മുന്നേ ചാടി പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്ന അഞ്ചു ചേച്ചിട്ട് ചോദിക്കുന്ന അമ്മയ്ക്ക് പേടിയുണ്ടോ നമുക്ക് ഓടിപ്പോന്ന്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടി. അവന് ഓടുന്ന കണ്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ കയറുന്നത്. അവന് കയറാമെങ്കിൽ എനിക്ക് കയറാലോ. നമ്മളെത്തി ഗായ്സ്, നമ്മളെത്തി. അവസാനം ആ മലയായ മലയെല്ലാം കയറി ഇറങ്ങി നമ്മളിതോ ആ മലയിൽ കയറി ഇറങ്ങി ഈ മലയിൽ കയറി. ഇതാണ് സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ബാംഫോർഡ് എഡ്ജ്. ഇതാണ് ഗൈസ് ബാംഫോർഡ് എഡ്ജ്. പീക്ക് ഡിസ്ട്രിക്റ്റ് സത്യം പറഞ്ഞാൽ നമുക്ക് ദൂരെയില്ല. ഡർബി, ഷെഫീൽഡ് ആ ഏരിയയിലുള്ളവർക്കൊക്കെ അടുത്താണ്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ നമുക്ക് കുറച്ചുകൂടി സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. മമ്മി വന്ന സമയത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നുമുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇനിയും നമ്മൾ കുറേ കൂടി സമയം കിട്ടുന്ന അനുസരിച്ച് നമുക്ക് ഓരോരുത്തരത്തൊക്കെ പോവാം. നമുക്ക് തിരിച്ച് ആ റൂട്ടീനിലോട്ട് തിരിച്ച് വരണം ഗൈസ്. അതിൽ കുറച്ചധികം സമയം എടുക്കുന്നു, പക്ഷേ സാരില്ല, കുറേ വീഡിയോസ് ഇനിയും വരും. അപ്പം മാക്സിമം നിങ്ങൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, കുറേ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി താങ്ക്സ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സമ്മർ ടൈം ആയതുകൊണ്ട് നല്ല വെതറാണ്. സമ്മർ ടൈമിൽ ഇവിടെ വരാനാണ് നല്ലത്, അല്ലെങ്കിൽ നല്ല തണുപ്പായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നല്ല 21 ഡിഗ്രി ഉണ്ടായിരുന്നു ഞങ്ങൾ അന്ന് അവിടെ ചെന്ന സമയം. പക്ഷേ നല്ല കാറ്റുണ്ടായിരുന്നു, മേളിലെത്തിയപ്പോഴത്തേനും നല്ല കാറ്റുണ്ടായിരുന്നു.
ഇനി നമുക്ക് പതുക്കെ തിരിച്ചിറങ്ങണം. കാരണം ബാംഫോർഡ് എഡ്ജൊക്കെ കണ്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ അധികം നേരം നിൽക്കാൻ പറ്റില്ല, കാരണം വിശക്കുന്നുണ്ട്. ഉച്ചയായി, രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാ, ഇപ്പോൾ ഉച്ചയായി. ഇനിയും തിരിച്ചു പോയിട്ട് മെക്ഡേന്നോ അവിടെ നിന്ന് എവിടെയെങ്കിലും, കാരണം ഇങ്ങോട്ട് വരുന്ന വഴി പക്ക വില്ലേജാണ്. നല്ലൊരു അങ്ങനെ ഒരു ടൗണൊന്നും ഞങ്ങൾ സത്യം പറഞ്ഞാൽ വരുന്ന വഴി കണ്ടില്ല. നല്ല വില്ലേജാണ്. അപ്പോൾ മാക്സിമം പിടിച്ചു നിന്നിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയി മെക്ഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറി കഴിക്കണം, വീട്ടിൽ പോകണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പം എല്ലാവരും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അവിടെ പോയി ഇരിക്കുകയാണ്, നമുക്ക് തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പതുക്കെ നമുക്ക് തിരിച്ച് മലയിറങ്ങാം. അപ്പോഴുണ്ടല്ലോ നമുക്ക് ഇനിയും ഇതുപോലെ കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പോകാനുണ്ട്. ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് അധികം സമയമായില്ലല്ലോ, മെറ്റേണിറ്റി ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ജോയിൻ ചെയ്ത് എല്ലാം ഒരു ജഗ പോകുകയായിരുന്നു ഗൈസ്. ഒന്നും അങ്ങോട്ട് ഓർഗനൈസ് ചെയ്യാനോ സത്യം പറഞ്ഞാൽ ഒന്നിനുള്ള ടൈമില്ല, ഭയങ്കര ബിസിയായി. എന്തും എത്ര തിരക്കെന്ന് ചോദിച്ചാൽ എനിക്കിട്ടോ അറിയത്തുമില്ല. അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ ആ ഒരു വർക്ക് റൂട്ടീൻ ഹോം ഫ്ലോയിലോട്ട് വരുന്നതേ ഉള്ളൂ. നമ്മൾ തിരിച്ചിറങ്ങാണ് ഗൈസ്. ഫാമിലി ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ മലയല്ലേ ഇറങ്ങണല്ലോ. ഗോഡ്, ഇപ്പൊ ഇച്ചിരി കാറ്റുണ്ട്, അതിന്റെയോ. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് തിരിച്ചിറങ്ങി ഗൈസ്. തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയിൽ സത്യം പറഞ്ഞാൽ കുറേ സ്പോട്ടുകളിൽ കുറേ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നുണ്ടോ. പല ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൺ ദ വേ നമുക്കറിയാത്തതായിട്ടുള്ള കുറേ സ്പോട്ടുകൾ കാണും. അപ്പം പലരും പല സ്പോട്ടിലോട്ട് വന്ന കൊണ്ടായിരിക്കും. നിങ്ങൾ ആ നേരെ കാണുന്ന മല കണ്ടില്ലേ, അവിടെ കുറേ ആൾക്കാർ റോക്ക് ക്ലൈംബിങ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന്. അത് സത്യം പറഞ്ഞാൽ ഈ ക്യാമറയിൽ എനിക്കറിയില്ല എത്ര ഭംഗിയുണ്ടെന്ന്, പക്ഷേ നേച്ചറായിട്ട് മതിൽ പണിതതുപോലെ ഉണ്ടായിരുന്നു. റോക്കുകൾ അടുക്കി വെച്ച് പ്രകൃതിയായിട്ട് തന്നെ മതിൽ പണിതതുപോലെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ റോപ്പൊക്കെ വെച്ചിട്ട് റോക്ക് ക്ലൈംബിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊക്കെ വലിയ ധൈര്യം വേണം ഗൈസ്. എനിക്കാണെങ്കിൽ നേരജോ ഒരു മല കയറാൻ പോലും എനിക്ക് പേടിയാണ്. അപ്പോഴാണ് അവർ റോക്ക് ക്ലൈംബിങ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ നേച്ചറായിട്ട് തന്നെ റോക്ക് ക്ലൈംബിങ്ങിനായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ ഭയങ്കര യുണീക്ക് ആയിട്ട് തോന്നി. അപ്പം അതുപോലെ കുറേ സ്പോട്ടുകളിൽ കുറേ ആൾക്കാരെ കണ്ടു. അപ്പം ഇനിയും നെക്സ്റ്റ് ടൈം നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ. ഇതും ഓൺ ദ വേ ആണ്. ഇതെനിക്ക് കണ്ടിട്ട് മരുഭൂമി പോലെയൊക്കെ തോന്നി, പക്ഷെ സത്യം പറഞ്ഞാൽ പുല്ല് മറ്റേ ഉണങ്ങിപ്പോയതാണ്. പക്ഷേ ഒരു പല ടെറൈനിൽ കൂടെ പോകുന്നൊരു ഫീലാണ്. മല, പച്ചപ്പ്, പിന്നെ ഇങ്ങനൊരു ഇത്. അപ്പം ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുറേ സ്ഥലങ്ങളിൽ ആൾക്കാർ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മേ ബി ഇവിടെയൊക്കെ എന്തെങ്കിലും സ്പോട്ടുകൾ കാണുമായിരിക്കും ഞങ്ങൾക്ക് അറിയാത്തതായിട്ട്. നമ്മളെന്തോ അതിൽ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്.